ഉണ്ടായ വലിയ സംഭവമായിരുന്നു അത്. അതിനുശേഷം ധാരാളം ആളുകൾ വിശ്വാസസ്ഥാനം വന്നപ്പോഴും സമുദായ കൂട്ടായ്മകൾ വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ സ്പിരിച്വൽ ലീഡർഷിപ്പ് വളരെയധികം ഉത്തേജനം നൽകുന്നതായിരുന്നു. ദൈവം നന്നായി പഠിക്കുകയും ദൈവശാസ്ത്രം ഗ്രഹിക്കുകയും ചെയ്ത ദൈവദാസനായിരുന്നു ബഹുമാനപ്പെട്ട കാനോച്ചൻ. ദീർഘവർഷങ്ങളിലെ സഹകരണം ഞങ്ങൾക്ക് തമ്മിലുണ്ട്. ഇവിടെ നെടുമ്പുറത്ത് പ്രവർത്തനങ്ങളുടെ ആരംഭകാലത്ത് അദ്ദേഹം വന്ന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഇന്ത്യയിലെ പെന്തിക്കോസ്ത് സഭകൾക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു, സഹായകരമായിരുന്നു. അദ്ദേഹത്തെ ദൈവം പ്രയാസങ്ങളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ഉറപ്പിച്ചു നിർത്തി. അനേകർക്ക് മാർഗദർശിയായി, അനേകർക്ക് അഡ്വൈസറായി അദ്ദേഹം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ സമയം വന്നപ്പോൾ ദൈവസനിലേക്ക് അദ്ദേഹത്തെ ദൈവം ചേർത്തു. വലിയ പ്രത്യാശ നമുക്കുണ്ട്. യേശു ക്രിസ്തുവിന്റെ മടങ്ങവരവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ, ശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ് വരുന്നവരുടെ കൂട്ടത്തിൽ ആ കാനോച്ചിനെ നമുക്ക് കാണാൻ കഴിയും. ഈ വലിയ പ്രതീക്ഷ, പ്രത്യാശ ദുഃഖത്തിരിക്കുന്നവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന വിശേഷിയ അദ്ദേഹത്തെ സഹധർമ്മിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം ദൈവം പ്രത്യേകം ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ. സഭകൾക്ക് വേണ്ടി എല്ലാവിധ ദുഃഖവും പ്രത്യാശയും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടെ, പ്രധാന ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാലത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീണ്ടും കാണാം എന്നുള്ള വലിയ പ്രതീക്ഷയും എല്ലാവരുടെയും ധൈര്യപ്പെടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.